ഹലോ ഗേസ്, അങ്ങനെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞെടുത്തത് ഫുഡ് കഴിക്കാൻ കൈമാസക്കടയുടെ ഫ്രണ്ട് വന്ന് നിൽക്കുന്നത് വരെയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി കൈ കഴുകാൻ നേരം കണ്ണിട്ട് ഒമ്പിച്ചെന്ന് അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും എടുത്ത് മിറർ സെൽഫിയൊക്കെ എടുത്ത് നേരെ മെനു കാർഡ് കൈ കിട്ടി. മെനു കാർഡ് കൈ കിട്ടിയപ്പം കുറേ പട്ടിഷോ കാണിച്ച് പോകുന്നതിന് മുമ്പിട്ട് ഞങ്ങൾ തീരുമാനിച്ച് മന്തി കഴിക്കാണ്. എങ്കിലും മെനു കാർഡ് എടുത്തൊന്ന് പട്ടിഷോ കാണിക്കണ്ടേ. ചേട്ടൻ വന്ന് എന്തോ വേണമെന്ന് ചോദിച്ചു. അപ്പോഴും നമ്മൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് നോക്കിയിട്ട് പറയാനാ. പിന്നെ സ്പിരിറ്റ് ഓർഡർ ചെയ്ത് അതും കുടിച്ച് നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് വീഡിയോ ഓണാക്കി കുറച്ച് പട്ടി ഷോ കാണിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അവളോട് കുറച്ച് വീഡിയോസ് എടുത്ത്. അപ്പോഴത്തേക്കിനും മന്തി വന്നു. പിന്നെ അത് ഒരറ്റത്ത് മന്തി നമ്മൾ കഴിച്ചാൽ തുടക്കത്തിൽ ഒരാൾ മന്തി കഴിക്കത്തില്ല കേട്ടോ. അതാരാന്ന് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് പറയാൻ പറ്റുമോ? ഞങ്ങൾ ഒരുവിധം മന്തിയെല്ലാം കാലിയാക്കി എന്നിട്ട് അത് കഴിക്കുക. ആർക്കും തിന്നാൻ വയ്യ. വയറ് നിറച്ച് തിന്നിട്ട് എങ്ങനെ വീട്ടിൽ പോകുന്നുള്ള ചിന്തയായതുകൊണ്ട് എല്ലാവരും പകുതിയെ കഴിച്ചുള്ളൂ. ഈ കൂട്ടത്തിൽ കുറേ കഴിച്ചത് ഞാനാണ്, ഉള്ള കാര്യം പറയാലോ. പകുതിയും പേര് അവിടെ ഇരിക്കുകയായിരുന്നു. അവളുടെ പങ്കൂടെ ഞാനാണ് കഴിച്ചത്. എന്നിട്ട് വെള്ളം കുടിച്ച് കൈ കഴുകാൻ നേരം വീണ്ടും പോയി കണ്ണാടി മുമ്പേ കുറച്ച് നേരം ഫോട്ടോസ് എടുത്ത്. എനിക്ക് അനങ്ങാൻ വയ്യ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നവളെയാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ നേരെ കടയിൽ നിന്ന് ഇറങ്ങി. നേരെ നമ്മൾ പോയത് പുല്ല് തൂക്കുവാലത്തിലോട്ടാണ്. അവിടെ ചെന്ന് അവിടെ കുറേ നേരം ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് പറഞ്ഞ് പോവാം. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഞങ്ങളിവിടെ എടുക്കുന്ന പറഞ്ഞ് അവളുമാർ ഫ്രണ്ടിൽ കയറി ഓടി. പിന്നെ ഞാനും അവളും അവിടെ ചെന്ന് കുറേ ഫോട്ടോസ് എടുത്ത്. അപ്പോഴത്തേക്ക് ഒരാൾക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ വേണ്ടി വന്നു. റോഡ് ക്രോസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അവൾ എന്നെ വന്ന് വിളിച്ച്. എനിക്കും അറിയത്തില്ല, പക്ഷെ ഞാൻ അവളെ കൊണ്ടുവന്നാക്കി. പോകാൻ നേരം എനിക്ക് ഓടി വന്ന് ടാറ്റയും ഉമ്മയൊക്കെ തന്നിട്ട് അവൾ പോയി. പിന്നെ ഞാനും ആഷ്നെ അൽഫയോടെ തൂക്കുപാലത്തിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്ത്. ആ വീഡിയോസാണ് ഈ കാണുന്നത്. കുറേ ഫണ്ണി ആയിട്ടുള്ള വീഡിയോ. പിന്നെ അങ്ങനെ ആഷ്നേനെ ഞങ്ങൾക്ക് പറഞ്ഞു വിട്ടു ഓട്ടോയിൽ കയറ്റി. അവളും പോകുന്നിട്ട് ഞങ്ങൾക്ക് കുറേ ടാറ്റയും ഉമ്മയൊക്കെ തന്നിട്ട് അവളെയും പറഞ്ഞു വിട്ട്. എന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അൽഫയും ബസ്സിൽ കയറാൻ പോയി. ബസ്സിൽ കയറി നേരെ ഞാൻ പത്തനാപുരത്ത് വന്നിറങ്ങി. പത്തനാപുരത്ത് വന്നിറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. അടുത്ത വിശേഷം ഞാൻ പിന്നെ